നമ്മൾ പലപ്പോഴും സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ റാഗി സേമിയ പാക്കറ്റിൽ കാണാം അല്ലേ. പക്ഷേ ഇതുകൊണ്ട് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് പലർക്കും ഒരു പിടിയില്ല. ഇന്നത്തെ കാലത്ത് പലരും അരി ഭക്ഷണമൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ശരി, ഡിന്നർ ആയാലും ശരി. അപ്പോൾ അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണിത്. അപ്പോൾ റാഗി കൊണ്ടുള്ള ഒരു സ്വീറ്റ് സേമിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സ്പൈസി ആയിട്ടുള്ള വേർഷനും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സത്താൻമനിലേക്ക് സ്വാഗതം. ഞാൻ ഇതു. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സേമിയ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കണം. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ള സേമിയ നമുക്കിതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ റാഗിയുടെ സേമിയ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം. ഇതൊന്ന് കുതിർത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് സമയമൊന്നും ഇതിങ്ങനെ കുതിർത്ത് വെക്കരുത്. അതിൻ്റെ പാക്കറ്റിനകത്ത് എഴുതിയിട്ടുണ്ടാവും എത്ര മിനിറ്റാണ് കുതിർക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് 3 മിനിറ്റാണ്. അതുകൊണ്ട് ഞാൻ 3 മിനിറ്റ് ഞാനിത് കുതിർക്കാൻ വെക്കുവാണ്. 3 മിനിറ്റിന് മുകളിൽ കുതിർക്കരുത്, കാരണം അതൊക്കെ അങ്ങനെ വെള്ളത്തിൽ അലിഞ്ഞു പോവും. അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. പക്ഷേ എനിക്കത് എല്ലാ സ്ഥലത്തും ഉപ്പ് പിടിക്കണമെങ്കിൽ ഇതുപോലെ ചേർക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 3 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് അനങ്ങാതെ വെക്കുക. അപ്പോൾ ഒരുപാട് നേരം ഇട്ടൊന്നും ഇളക്കണ്ട, അലിഞ്ഞു പോകും. അപ്പോൾ ഇത് നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നോക്കിക്കേ, കറക്റ്റ് പാകമാണ്. ഇനി നമ്മൾ കുതിർക്കുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് അലിഞ്ഞു പോവും. അതുകൊണ്ട് വെള്ളം നന്നായിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് സ്റ്റീമറിലേക്ക് മാറ്റാം. ഞാൻ ഡയറക്റ്റായിട്ട് സ്റ്റീമറിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സ്റ്റീമറിനൊക്കെ ഓൾറെഡി ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എത്രയാണെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മളിത് റാഗി സേമിയ കുക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ മുകളിലായിട്ട് തൂവി കൊടുക്കാം. പക്ഷേ ഞാനിത് സ്റ്റീം ചെയ്യുമ്പോൾ തന്നെ ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ നെയ്യ് കൂടി കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് വേവിക്കണം. 5 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ തേങ്ങ എല്ലാ സ്ഥലത്തും വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ സേമിയ അതായത് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ സമയത്ത് കറക്റ്റായിട്ടാണ് നിങ്ങൾ സേമിയ കുതിർത്തിട്ടുള്ളതെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതല്ല കുറച്ച് നേരം നിങ്ങൾ അധിക സമയം എടുത്തിട്ടാണ് കുതിർത്തിട്ടുള്ളതെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കില്ല, എല്ലാം കൂടി ഒരു കട്ടയായിട്ട് നിൽക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. അപ്പം കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് പഞ്ചസാര തൂക്കി കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ചെയ്യാം. 1 സ്പൂണൊക്കെ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പം അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ സേമിയ വെച്ചിട്ട് തന്നെ നമ്മൾ ഉപ്മാവൊക്കെ ചെയ്യില്ലേ, സേമിയ ഉപ്മാ ചെയ്യില്ലേ, അതുപോലെ നിങ്ങൾക്ക് സ്പൈസി വേർഷനും ചെയ്യാം. നോർമൽ സേമിയ എടുക്കുന്നതിന് പകരം റാഗി സേമിയ യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ സ്വീറ്റ് സേമിയ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഇതൊന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഒരുപാട് പേർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്